രണ്ട് ചങ്ങാതിമാരിങ്ങനെ യാത്ര പോയ കഥ കേട്ടിട്ടില്ലേ? അവര് തമ്മിൽ എന്തോ ഒരു വഴക്കായി. ഒരാൾ മറ്റേയാളെ അടിച്ചു. അടി കൊണ്ടിട്ട് ഇയാൾ തിരിച്ചടിച്ചതൊന്നുമില്ല. ഇയാൾ താഴെ ഇരുന്ന് മണലിൽ ഇങ്ങനെ എഴുതി വെച്ചു. മണലിൽ എഴുതി വെച്ചു. എന്ത്? ഇവിടെ വെച്ച് എന്റെ ചങ്ങാതി എന്നെ അടിച്ചു. പിന്നെയും അവര് യാത്ര പോവുക. പിറ്റേ ദിവസം ആ അടി കൊണ്ട ആളില്ലേ, അയാളൊരു ഒഴുക്കിൽപ്പെട്ടു. പുഴയിലോ മറ്റോ ഒഴുക്കിൽപ്പെട്ടു. അയാൾ ഒഴുക്കിൽപ്പെട്ടപ്പോൾ ആ പുഴയിലേക്ക് ചാടി മറ്റേയാൾ രക്ഷിച്ചു. ഇന്നലെ അടിച്ച ആളില്ലേ, ഇന്ന് ജീവൻ രക്ഷിച്ചു. ഇയാൾ നേരെ കരയിലേക്ക് വന്ന് അയാളുടെ തോൽസഞ്ചിയിൽ ഉണ്ടായിരുന്ന കത്തിയെടുത്ത് പാറയിൽ ഇങ്ങനെ കഷ്ടപ്പെട്ട് എഴുതുകയാണ്. എന്ത്? ഇവിടെ വെച്ച് എന്റെ ചങ്ങാതി എന്റെ ജീവൻ രക്ഷിച്ചു. അപ്പൊ അവൻ ചോദിച്ചു, അതെന്താ അങ്ങനെ? ഇന്നലെ ഞാൻ അടിച്ച സമയത്ത് മണലിലാണല്ലോ എഴുതിയത്, ഇന്ന് ഞാൻ നിന്നെ രക്ഷപ്പെടുത്തിയപ്പോ നീ പാറയിലാണല്ലോ എഴുതി വെച്ചത്. അപ്പൊ ചങ്ങാതി പറഞ്ഞു കൊടുത്തു, അതങ്ങനെയാണടാ. നമ്മൾ തമ്മിൽ കലഹിച്ചിട്ടുണ്ട്, നമ്മൾ തമ്മിൽ വഴക്ക് കൂടിയിട്ടുണ്ട്, ചിലപ്പോൾ നമ്മൾ അടിയൊക്കെ കൂടിയിട്ടുണ്ടാവും. അത് നമ്മളോട് മറഞ്ഞു പോകണം. ഇനി ഒരാളും അതിനെക്കുറിച്ച് അറിയരുത്. നമ്മുടെ മക്കൾ അതിനെക്കുറിച്ച് പറഞ്ഞ് പിന്നെയും വഴക്ക് കൂടരുത്. അത് മണലിൽ എഴുതിയിട്ടാൽ മതി. ഒരു കാറ്റ് വന്ന് അതിനെ മറച്ചു കളയും. പക്ഷേ നമ്മൾ സ്നേഹിച്ച നിമിഷങ്ങളില്ലേ, നമ്മൾ സഹായിച്ച നിമിഷങ്ങളില്ലേ, നമ്മൾ പരസ്പരം കാരുണ്യം കാണിച്ച നിമിഷങ്ങളില്ലേ, അത് മണലിൽ എഴുതി വെക്കേണ്ടതല്ല, അത് പാറയിൽ കുത്തിവെക്കണം. വരാനിരിക്കുന്ന മനുഷ്യരും അതിനെക്കുറിച്ച് അറിയണം.